ഹായ് മിഷമരെ, അപ്പോൾ നമ്മൾ ഇതിന് മുൻപിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മളൊരു സ്ലറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് നമ്മളെ കടലപ്പിണ്ണാക്ക്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ശർക്കര, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച്, പച്ച ചാണകം കൂടെ യോജിപ്പിച്ച്, പിന്നെ കുറച്ച് കാട്ടുകൊന്നയൊക്കെ നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ 5 ദിവസം ഓരോ നേരം വെച്ച് രാവിലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്, 5 ദിവസമായിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പഴയ ബക്കറ്റ് എടുത്തിട്ട് നമ്മളിത് വെള്ളം എടുത്തു തുടങ്ങി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു കപ്പ്, അതായത് ആ ഒരു 10 കപ്പിൻ്റെ വെള്ളം ഞാനിത് ഒഴിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അളവ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ സ്ലറി ഒന്നുകൂടെ നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ആ കപ്പ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഐസ്ക്രീം ബോട്ടിൽ, അതിൽ 1 കപ്പ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ചേർക്കുന്നത് 10, അതായത് ഈ കാണുന്ന 10 കപ്പ് വെള്ളത്തിന് 1 കപ്പ് സ്ലറിയാണ് നമ്മളിത് ഈ വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മളിന്ന് നമ്മളെ ചെടികൾക്കും ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്ത് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം, ഇല്ലെങ്കിലും വിഷയമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളമായിട്ട് നല്ലപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് അതിൻ്റെ ചുവട്ടിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാക്സിമം അധികം ചുവടാവാതെ കുറച്ച് നീക്കി ഒഴിക്കുക. പക്ഷേ നമ്മൾ ആ ചുവട്ടിൽ നിന്ന് അതിൻ്റെ കൊടും മൂട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഒഴിച്ചാൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് റെഡി ആയതിന് ശേഷം, കുറച്ചുകൂടെ ഒന്ന് നല്ല ഒരു ഗ്രോത്തിൽ വളർന്നതിന് ശേഷമാണ് നമ്മളിതിനെ തറയിലേക്ക് നടുന്നത്. അങ്ങനത്തെ നമ്മളെല്ലാം റെഡിയാക്കി നമ്മളെ എല്ലാ ഐറ്റത്തിനും നമ്മളിത് ഇങ്ങനെ കുറേശ്ശെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ബേറാപ്പിളാണ് കേട്ടോ. ഇത് നമ്മളെ അരിനെല്ലി എന്ന് പറയും കേട്ടോ. അരിനെല്ലി, ചീമനെല്ലിക്ക എന്ന് പറയുന്നു. അപ്പോൾ ആ ഐറ്റമാണ് ഇത്. അങ്ങനെ നമ്മുടെ സപ്പോട്ട, ബനാന സപ്പോട്ടയാണ് കേട്ടോ. അപ്പോൾ അതും നമ്മളിങ്ങനെ കവറിലിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെല്ലാത്തിനും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ പ്ലാവുണ്ട്, പിന്നെ അതുപോലെ അത്തിയുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മളത് മിക്സ് ചെയ്താണ്. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ ഈ സ്ലറി സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ എത്ര പച്ചക്കറിയോ ചെടികളോ ഉണ്ടോ ആ ഒരു കണക്കിന് വേണം നിങ്ങൾ ഈ സ്ലറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഒരാഴ്ചയിൽ, അതായത് 5 ദിവസത്തിന് കൂടുതലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വിഷയമല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ കറക്റ്റ് നമുക്കൊരു 5 ദിവസം ആകുമ്പോൾ കലക്കി മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാൻ കണക്കിന് വീണ്ടും നമുക്കിതൊരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ ഇടവിട്ട് വേണം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അതത്രയും നമ്മളെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം നല്ല ഗ്രോത്തും നല്ല അടിപൊളിയായിട്ട് തൈകളെല്ലാം നന്നായിട്ട് വളർന്നു വരും. പിന്നെ മച്ചന്മാരെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ കുഞ്ഞു തൈകൾ ആണെങ്കിൽ, അതായത് കുഞ്ഞു ചെടികൾ, കുഞ്ഞു പച്ചക്കറി, അതായത് എന്താ പറയുക, മുളപൊട്ടി വരുന്ന ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇപ്പോൾ എടുത്ത 1 കപ്പ് വെള്ളവും എടുത്ത്, അതായത് സ്ലറിയും അതുപോലെ തന്നെ ഒരു 15 കപ്പ് വെള്ളവും ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു 20 കപ്പ്. തീരെ കുഞ്ഞു തൈകളാകുമ്പോഴേ ആ ഒരു ഇതിൽ വേണം നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം മറക്കരുത്. അപ്പോൾ നമ്മളെ പ്ലാവ്, തെങ്ങ്, അങ്ങനെ ഞാൻ മിക്സ് ചെയ്തതെല്ലാം നമ്മളെ പച്ചക്കറികൾക്ക് എല്ലാത്തിനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അര വീതമാണ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അന്നത് റെഡിയാക്കിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ ചെടികൾക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ഒഴിക്കുന്ന വീഡിയോ കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മച്ചാമാരെ, പരിപാടിയൊക്കെ ഇതെങ്ങനെ തകർത്തിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളും കണ്ടുകൊണ്ട് ഒരുപാട് പേര് അഭിപ്രായം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്തും നല്ല തഴച്ചൊക്കെ വളരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലറി നന്നായിട്ട് നമ്മളെല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തീരെ കുഞ്ഞു തൈയാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചുകൂടെ നമ്മൾ അതിലൂടെ വെള്ളം ചേർക്കണം. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് എടുത്തിട്ട് നമ്മൾ 10 കപ്പ് വെള്ളം ചേർത്തതുപോലെ അതിലാണെങ്കിൽ നമ്മളൊരു 15 20 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് സ്ലറി വേണം നമുക്കതിൽ ചേർത്തെടുക്കാനായിട്ട്. അപ്പോൾ മച്ചന്മാരെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാൻ. അതുവരെ ബൈ.